എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് അധ്യാപകനാകാനുള്ള നിങ്ങളുടെ സ്വപ്നത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു എലിജിബിലിറ്റി ടെസ്റ്റാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ്. ഒരു എക്സാം ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ എക്സാം, അടുത്ത എക്സാം മെയ് മാസത്തിൽ വരാൻ പോകുന്നു. എൻട്രിയിൽ പുതിയ രീതിയിൽ പുതുമയോടുകൂടി കോഴ്സുകൾ ആരംഭിക്കാൻ പോകുന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യം, പേഴ്സണൽ മെൻറ്റർഷിപ്പ് ബാച്ചും എൻട്രിയിൽ ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ ബാച്ച് ഫെബ്രുവരി 28 ആരംഭിക്കുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയും ഞാൻ നിങ്ങളോട് പറയട്ടെ. നമുക്കെല്ലാം അറിയാം, ഈ സ്റ്റേറ്റ് എലിജിബിൾ ടെസ്റ്റ് 2 പരീക്ഷകളാണ്. ഒന്ന് എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ജനറൽ പേപ്പറും അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവരവരുടെ വിഷയവും. രണ്ടും 120 മാർക്കിനാണെന്ന് നമുക്കെല്ലാം അറിയാം. 40% മാർക്ക് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് സ്കോർ ചെയ്യണം. രണ്ടും കൂടെ കൂട്ടുമ്പം 48% മാർക്കും വേണം. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ എൻട്രിയിൽ ഈ എലിജിബിലിറ്റി ടെസ്റ്റുകളുടെ ക്ലാസ്സുകൾ ആരംഭിച്ചതും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഉദ്യോഗാർത്ഥികളുടെ ഒരു സപ്പോർട്ടും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, വേണ്ടത്ര മുന്നേറ്റം നടത്താൻ ആദ്യത്തെ കോഴ്സിൽ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കോഴ്സ് കൂടി നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് അതേ ഫീസിൽ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അതൊരു വലിയ ഗുണമാണ്. ബിക്കോസ് ചെറിയ ശതമാനം മാർക്കിന് പലപ്പോഴും ഈ എലിജിബിലിറ്റി ടെസ്റ്റ് നഷ്ടപ്പെടാറുണ്ട്. പിന്നെ ടീച്ചിങ് എക്സാമിനേക്കാൾ അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടീച്ചിങ് എക്സാമിനേഷനിൽ ആദ്യത്തെ റാങ്കിൽ വന്നാലും ഒഴിവുകൾ നിയമനങ്ങൾ നടക്കുന്നത് ഒഴിവുകൾ അനുസരിച്ചാണ്. എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പം ഈ 48% അല്ലെങ്കിൽ 40% സ്കോർ ചെയ്യുന്ന എല്ലാവർക്കും ഈ എലിജിബിലിറ്റി ടെസ്റ്റ് നേടാൻ കഴിയും. ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പേരെ അവർ ആഗ്രഹിക്കുന്ന ആ മേഖലയിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്. സോ ഞങ്ങൾ വന്നിരിക്കുന്നത്, ആർഷ മിസ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആർഷ മിസ് എൻട്രിയിലെ ഇംഗ്ലീഷ് കോഴ്സുകൾ, HSA, HSST, സെറ്റ് നെറ്റ് കോഴ്സുകളെല്ലാം, അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് കോഴ്സിലൊക്കെ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു അധ്യാപികയാണ്. സെറ്റിലും ഒരുപാട് കോഴ്സുകൾ അല്ലെങ്കിൽ ഒരുപാട് ടോപ്പിക്കുകൾ ടീച്ചർ കൈകാര്യം ചെയ്യുന്നുണ്ട്. സോ നമ്മൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എങ്ങനെ നേരിടണം, എന്തൊക്കെയാണ് നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് തുടക്കക്കാർക്ക്, പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. എല്ലാവരെയും ഞങ്ങളുടെ ഈ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് മിസ്സിനോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, തുടക്കക്കാർ, പ്രത്യേകിച്ച് PG ചെയ്തുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ B.Ed ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സെറ്റിനെ നേരിടാൻ പോകുമ്പം അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എങ്ങനെ തുടങ്ങണം. ഒരു നല്ല തുടക്കം പകുതി തീർന്നതിന് തുല്യമാണെന്നൊരു പ്രോവർബ് തന്നെയുണ്ട്. സോ എവിടെയാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്? സർ, ബേസിക്കലി പഠിച്ചു തുടങ്ങേണ്ടത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. കഴിഞ്ഞ വർഷത്തേത് നമുക്ക് പറയാൻ പറ്റത്തില്ല. 2025 തന്നെ ജാനുവരിയിൽ നടന്ന എക്സാം ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കാൻ. അത് ആദ്യം ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയും, സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ പഠിക്കാനിരിക്കുന്നിടത്ത് വെച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങാൻ തന്നെ. അതിൽ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറിനെ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ തൊട്ട് മുൻപിൽ കഴിഞ്ഞ ചോദ്യപേപ്പറിൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സാധാരണ സെറ്റിൽ പോലെയല്ല. ഒന്ന്, ഓതറിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ സിലബസിൽ പേരുകൾ കാണുമ്പം ആ പേരുകൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് അങ്ങ് പഠിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആ ഒരു ഓതറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കത്തില്ല. കഴിഞ്ഞ തവണത്തെ ചോദ്യപേപ്പറിൽ ജെയിംസ് ജോയ്സ് ഒക്കെ അസോസിയേഷൻ ചോദിച്ചിട്ടുണ്ട്. നഥാനിയൽ ഹാവ്ത്രോണിന്റെ അസോസിയേഷൻ ചോദിക്കുന്നു. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യം, ഏജിന്, അതായത് ഒരു ഏജിന്റെ സെൻസിബിലിറ്റിക്ക് വിപരീതമായിട്ട് കല്യാണം കഴിച്ച മാരീഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ജീവിച്ച റൈറ്റർ ഏതാണ്? മേരി ആൻഡ് ഇവാൻ. നമ്മൾ ജോർജിലിയറ്റ് ആണ്, പക്ഷെ നമ്മൾ പഠിക്കുന്നത് മിഡിൽ മാർച്ച് ആയിരിക്കും ജോർജിലിയറ്റിന്റെ. പക്ഷേ ഓതറിനെ പലപ്പോഴും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ പ്രൊഫൈലിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. 1, 2, 3 ലാംഗ്വേജ് ഇലമെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. കൊഗനേറ്റ്സ് എന്താണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഫൈറ്റ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത് എവിടെ നിന്നാണ്, അത് ഓൾഡ് ഇംഗ്ലീഷ് ആണോ, തുടങ്ങി അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ സിലബസും ഇതും തമ്മിൽ ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സിലബസ് വെച്ചിട്ടാണ് പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ കയ്യിൽ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എൻറ്റയർലി ഡിഫറെൻ്റ് ആവുന്നുണ്ടോ എന്നൊരു സംശയം വരും. അതുകൊണ്ട് തുടക്കക്കാരെ സംബന്ധിച്ച് ഇത് രണ്ടും പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ എൻട്രി ആപ്പിൽ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമ്മൾ പ്രീ കോഴ്സ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഏതാണ്ട് 3 ക്ലാസ്സുകൾ എടുത്തിട്ടാണ് ഈ 2025 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ടേക്കുന്നത്. ഞാൻ തന്നെയാണ് പ്രീ കോഴ്സ് എടുത്തത്. അത് കാണുമ്പോൾ തന്നെ ഒരു ബേസിക് ഐഡിയ കിട്ടും. പിന്നെ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കൂടി വരുമ്പം എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്ത് പഠിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു
പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, തുടക്കക്കാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ആൾറെഡി പരീക്ഷ എഴുതിയവരെ സംബന്ധിച്ച് വിഷയമില്ല, അവർക്ക് അവരുടെ പോരായ്മകൾ വന്ന ഭാഗം ഒന്ന് ക്ലിയർ ആക്കി പോയാൽ മതി. ഇപ്പം ടീച്ചർ പ്രധാനമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് സോഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖല അതാണ്. അതുകൂടാതെ എന്തൊക്കെ സോഴ്സുകളാണ് ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്? നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ നിപ്പ വന്ന ഉറവിടം ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ വവ്വാലുകളിലേക്ക് എത്തുന്നത് പോലെ തന്നെ ഭയങ്കര അതിശയിപ്പിച്ചൊരു വസ്തുതയാണ്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിന് നെറ്റിന്റെ 22 ചോദ്യമാണ് ചോദിച്ചത്. നമ്മൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ടീച്ചിങ് ആപ്പിലേക്ക് മാർച്ച് ആദ്യം തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ HSAയുടെ ഒക്കെ തിരക്കുകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൗതുകം തോന്നിയത് 2020 ശേഷമുള്ള നെറ്റ് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസിൽ പോലും വ്യത്യാസമില്ല. അതായത് 1 and 2 എന്ന് പറഞ്ഞത് സെറ്റിൽ A and B നാക്കി എന്നുള്ളതല്ലാതെ ഒരു വ്യത്യാസം ഇല്ലാതെ 20-22 ചോദ്യം. അത് സെറ്റിലെ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻസ്. നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഒരു ബോധപൂർവമായിട്ടൊരു അറ്റംപ്റ്റ് ആണ്. അതായത് ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു നെറ്റിനും സെറ്റിനും ഒരേ പ്രിപ്പറേഷൻ മതിയാകും എന്നുള്ള ഒരു സൂചനയാണ്. അത് മാത്രമല്ല, സെറ്റ് കുറച്ച് സ്റ്റാൻഡേർഡ് ആവട്ടെ, ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർ ഓൾറെഡി ഉണ്ട്, എന്നാൽ ഇനി കുറച്ച് പഠിച്ചിട്ട് വരുന്നവർ മതി എന്നുള്ളൊരു ഡിസിഷനാണ്. അതിൻ്റെ സോഴ്സസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ട് വിക്കിപീഡിയയിൽ നിന്നും റൗട്ട്ലെറ്റിൽ നിന്നും ചോദിക്കുമായിരുന്നു സ്റ്റേറ്റ്മെന്റ്, അതുപോലെ എടുത്തിട്ട് അങ്ങ് ചോദിക്കുമായിരുന്നു. ഇപ്പൊ അത് ബ്രിട്ടാനിക്കയിലോട്ട് പോയിട്ടുണ്ട്. ഞാൻ കണ്ടു പ്രൊഫൈലിൽ നിന്ന് വന്ന ചോദ്യങ്ങളെല്ലാം ബ്രിട്ടാനിക്കയിലെ അസച്ച് ലൈൻസ് എടുത്ത് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അതും ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്റ്റാൻഡേർഡ് കൂടുന്നതിന്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് സോഴ്സസ് ആയിട്ട് പരിഗണിക്കാൻ പറ്റുന്നത്. നമ്മുടെ കോഴ്സിൽ ഇനി കുറച്ച് നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് കൂടിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഗോൾഡ് ബാച്ചിൽ നമ്മൾ മെന്റർഷിപ്പ് ബാച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിച്ച കാര്യമാണ്. അതിൻ്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. സോ ടീച്ചർ പറഞ്ഞത് നിലവാരമുള്ള ഒരു ചോദ്യങ്ങൾ ഇനി പ്രതീക്ഷിക്കണം. അതുകൊണ്ട് നിലവാരമുള്ള ഒരു പഠനം തന്നെ അതിന് അത്യാവശ്യമാണ്. അപ്പം ഏറ്റവും നല്ല ഗൈഡൻസ് കിട്ടുന്ന ഒരിടത്ത് തന്നെ നിങ്ങൾ പഠിക്കണം. ഞാൻ എൻ്റെ നമ്മുടെ ഗോൾഡ് ബാച്ചിൻ്റെ അല്ലെങ്കിൽ എൻ്റെ എൻട്രിയുടെ ആദ്യത്തെ സെറ്റിൻ്റെ മെൻറ്റർഷിപ്പ് ബാച്ചിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് നമ്മുടെ ഈ കോഴ്സിൻ്റെ പ്രത്യേകതകൾ അത് ടീച്ചർ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. എന്തൊക്കെയാണ് സെറ്റ് ഇംഗ്ലീഷ് കോഴ്സിൻ്റെ കഴിഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് പാറ്റേൺ UGC നെറ്റ് ക്വസ്റ്റ്യൻസ്. അതിപ്പം നമ്മളിപ്പോൾ അങ്ങ് സ്റ്റുഡൻസിനോട് പറയുക 2020 ശേഷമുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ അങ്ങ് പഠിച്ചോ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഫാക്കൽറ്റീസ് തന്നെ ഇരുന്ന് വന്ന പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യങ്ങൾ കുറച്ച് സെലക്ട് ചെയ്ത് ആ ചോദ്യങ്ങൾ മാത്രം അത് നമ്മുടെ ഇനാപ്പിലോട്ടും അതുപോലെ തന്നെ ഗോൾഡിന് എക്സ്ട്രാ ലൈവ് ഡിസ്കഷനും കൂടി ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്ത കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പം എൻഡിങ് ലൈൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ എൻഡ് ചെയ്യുന്ന വർക്ക് ഏതാ? അപ്പം മരണത്തിലൊക്കെ എൻഡ് ചെയ്യുന്ന ഓപ്ഷൻസിലാവട്ടെ 1-2 ഓപ്ഷൻസ് ഈ മരണത്തിൽ എൻഡ് ചെയ്യുന്ന വർക്ക്സും ആണ് കൊടുത്തേക്കുന്നത്. അത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പം എൻഡിങ് ലൈനും സ്റ്റാർട്ട് ലൈനും ആഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തേക്കുന്ന ആ ഒരു പാറ്റേണിലുള്ള കുറേ അഡീഷണൽ കാര്യങ്ങൾ. അപ്പം ഓൾറെഡി നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുവാണ്. ലാസ്റ്റ് യൂണിറ്റ് 5 നമ്മൾ കുറച്ചുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്യണം എന്നുള്ളത് ഒഴിച്ചാൽ നിലവിലത്തെ സെറ്റ് ഇംഗ്ലീഷ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് എൻട്രിയിൽ വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളുണ്ടല്ലോ, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന HSA ഇംഗ്ലീഷിൽ ഡീകോഡിങ് ചെയ്തതിൻ്റെ പോലൊരു, അതായത് അവർ ശരിക്കും എയ്ഡ് ചെയ്യുവാണ് എക്സ്ട്രാ കാര്യങ്ങൾ കൊടുത്ത് നെറ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എൻഡിങ് സ്റ്റാർട്ടിങ്, ഇത് കണക്ക് പ്രൊഫൈലിലെ ഭയങ്കര കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അസച്ച് കൊടുക്കുവാണ്. ഫർദർ മറ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോഴ്സിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ സെറ്റ് ഇംഗ്ലീഷിൻ്റെ മെൻറ്റർഷിപ്പ് ബാച്ച് ഫെബ്രുവരി 28 ആരംഭിക്കുന്നു. ആദ്യത്തെ ബാച്ചാണ്. ഉദ്യോഗാർത്ഥികളുടെ ആഗ്രഹപ്രകാരം അഭിപ്രായപ്രകാരമാണ്. പലപ്പോഴും നമുക്ക് ഈ നോർമൽ ബാച്ചിൽ ഉദ്യോഗാർത്ഥികളുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പലപ്പോഴും കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ഗോൾഡ് ബാച്ചിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയാം. ഒന്നാമത്തെ പ്രത്യേകത, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. അധ്യാപകരോട് നേരിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകളും കിട്ടും. ഡെയിലി രാത്രി കാലങ്ങളിലായിരിക്കും, രാത്രി ഒരു സമയമായിരിക്കും ക്ലാസ് വരുന്നത്. അടുത്ത ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നെറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതാണ് മറ്റൊരു പ്രത്യേകത. ഞങ്ങൾ ആദ്യമേ ഇത് പ്ലാൻ ചെയ്തപ്പം തീരുമാനിച്ച ഒരു കാര്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ ഉദ്യോഗാർത്ഥികളെ ഈ ലെവലിൽ എത്തിക്കുക, മോട്ടിവേഷൻ ക്ലാസ് കൊണ്ടുവരിക, അതുപോലെ തന്നെ 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ, അതിനകത്ത് 30 ദിവസം റിവിഷൻ ചേർത്താണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ. ഇത് മാത്രമല്ല, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഉദ്യോഗാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് അധ്യാപകരും ഉണ്ടായിരിക്കും. അവിടെ വരുന്ന സംശയങ്ങൾ, സജഷൻസ്, പരാതികൾ
പരിഹരിക്കപ്പെടും, പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടുന്ന തരത്തിലായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഒരു അഡ്വാൻറ്റേജ്, ഒരവസരവും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരു പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം വേണ്ടത്ര മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാമതൊരു അവസരം കൂടി തരുന്ന തരത്തിൽ അപ് ടു എക്സാമിനേഷൻ, പരീക്ഷ വരെ മെൻറ്റർഷിപ്പുള്ള നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായവും ഉണ്ടായിരിക്കും. ലീഡ് ചെയ്യുന്ന അധ്യാപകൻ കൂടാതെ ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായം ഉണ്ടായിരിക്കുന്ന ഒരു കോഴ്സായിരിക്കും ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, അത് ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ വിഷയങ്ങളും ഉണ്ട്. ടീച്ചിങ്ങിൻ്റെ ഒരു ഹബ്ബ് തന്നെയാണ് ഇപ്പം എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. തുടക്കം എന്ന നിലയിൽ ഇംഗ്ലീഷിൻ്റെ മെൻറ്റർഷിപ്പ് ബാച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത്. നോർമൽ ബാച്ച് എല്ലാ 5 വിഷയങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് ടീച്ചർ നമുക്ക് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ആണെന്ന് തോന്നത്തേ ഇല്ല ഗോൾഡ് എടുക്കുന്നവരെ സംബന്ധിച്ച്. നമുക്ക് ശരിക്കും ടീച്ചേഴ്സിനെ കണ്ട് അവരോട് സംസാരിച്ച് എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട, എത്ര മാർക്കിന് പോയി, ഏത് പേപ്പറാണ് പോയത്, ജനറൽ പേപ്പർ സപ്പോർട്ട് ഉൾപ്പെടെയാണ് നമ്മൾ ഗോൾഡിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ അത്രമാത്രം കോംപ്രിഹെൻസീവ് ആയിട്ടായിരിക്കും നമ്മൾ ബാച്ച് നടത്തുന്നത്. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഓറിയന്റേഷനും കിട്ടും. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയണം എന്ന് വിചാരിച്ചതാണ്, അടുത്ത ഹയർ സെക്കൻഡറി നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഡിസംബർ ജാനുവരിയിലൊക്കെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സെക്ഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വരുന്ന സെറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്യണം. കാര്യം ഇത്തവണ തന്നെ വന്നൊരു വലിയ പ്രശ്നം, HSA അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജനുവരി ആയിരുന്നു. കേറ്ററ്റിന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്, കാറ്റഗറി 3. അപ്പൊ 100% ആ എക്സാം ക്വാളിഫൈ ചെയ്ത കുട്ടികളുണ്ട്. പക്ഷേ റിസൾട്ട് വരാത്തതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. ഇനി അവർ മേ ബി ഒരു 3 വർഷം വെയിറ്റ് ചെയ്യണം ഈ ഒരു HSAക്ക് വേണ്ടി. അപ്പം അത് എന്ന് പറയുന്നത് സെയിം ആണ്. ഡിസംബർ അല്ലെങ്കിൽ ജാനുവരി സെറ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. അതിന് മുൻപേ ഒരു പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് അവസാനത്തെ സെറ്റാണ് എന്നുള്ളൊരു രീതിയിൽ തന്നെ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ടീച്ചർ പറഞ്ഞത്. അതായത് വരാൻ പോകുന്ന ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് മുമ്പുള്ള അവസാനത്തെ സെറ്റ് പരീക്ഷയാണ്. അത് പാസ്സാകാം, അതിനുശേഷമായിരിക്കും ആപ്ലിക്കേഷൻ അയക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. അല്ലെങ്കിൽ നിങ്ങളൊരു 2-3 വർഷം ഇനി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല, മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പഠനം മതിയാകും. ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കും കൂടെ പ്രിപ്പയർ ചെയ്ത് പോകാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ഇനി വൈകിക്കേണ്ട, എല്ലാ സഹായങ്ങളും നൽകാൻ എൻട്രി നിങ്ങളോടൊപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുക. ടീച്ചിങ്ങിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഏറ്റവും നല്ല 7 അധ്യാപകരെയാണ് ഞാൻ SET ഇംഗ്ലീഷിൻ്റെ ഞാനിത് ലീഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നമുക്കറിയാം, ഗ്രാമർ പോർഷൻസ് ആണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ഗ്രാമർ പോർഷൻസ് എല്ലാം എളുപ്പമായിരുന്നു. ഒരു 5 ചോദ്യങ്ങളുണ്ടായിരുന്നു. സിമ്പിൾ ചോദ്യങ്ങളാണ് ചോദിച്ചതെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 7ഓളം അധ്യാപകരുണ്ട്. ഓരോ മേഖലയിലും വളരെ വൈദഗ്ധ്യമുള്ള 7 അധ്യാപകരെയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഗ്രാമർ കൈകാര്യം ചെയ്യുന്ന ഞാനാണ്. ഓരോ മേഖലയും, ഫോണറ്റിക്സ് അങ്ങനെ വരുമ്പോൾ ഓരോ മേഖലയും കൈകാര്യം ചെയ്യാൻ ഓരോ സ്പെഷ്യലായിട്ടുള്ള അധ്യാപകരുണ്ട്. അതുപോലെ മൊഡ്യൂൾസ് എടുത്ത് പരിശോധിച്ചാൽ ഓരോ മൊഡ്യൂളിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഓരോ പ്രധാനപ്പെട്ട അധ്യാപകരാണ്. അപ്പോൾ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന മേഖലകളാണ് അധ്യാപകർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോഴ്സിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. 100% നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നൊരു കോഴ്സ് തന്നെ ഞാൻ ഉറപ്പ് നൽകുന്നു. അതെ, കഴിഞ്ഞുപോയ HSAയിൽ നമ്മൾ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ, ഇപ്പം അമേരിക്കൻ ലിറ്ററേച്ചർ ഒക്കെ ഞാനാണ് എടുത്തത്. വില്യം ഫോക്നറിന്റെ ഒക്കെ മാച്ച് ദ ഫോളോയിങ്, ഫിക്ഷണൽ കൗണ്ടിങ് നമ്മൾ എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് എൻട്രിയുടെ കോഴ്സ് എടുത്തവരെ സംബന്ധിച്ച്, അതായത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത അറ്റംപ്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. സോ പ്രിപ്പയർ ചെയ്യുക. നമ്മളും നവീകരിക്കപ്പെടുന്നുണ്ട്. നമ്മൾ പറയും ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ എന്ന് പറയാറുണ്ട്. അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിറച്ചല്ല തരുന്നത്. ആ എക്സാം കഴിഞ്ഞതിനനുസരിച്ച് നമ്മളും കോഴ്സ് റെനോവേറ്റ് ചെയ്യുന്നുണ്ട്, ബ്യൂട്ടിഫുൾ ആക്കി അത് കറക്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മോൾഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് എക്സ്ക്ലൂസീവായിട്ട് വരുന്ന മെയ് 2025 സെറ്റിന് വേണ്ടി മോൾഡ് ചെയ്ത കോഴ്സാണ്. അത് പ്രിപ്പയർ ചെയ്യുക, അതിന് ശരിക്കും ഒരു റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, എല്ലാവരെയും മെൻറ്റർഷിപ്പ് ബാച്ചിലേക്ക് തന്നെ ക്ഷണിക്കുന്നു. ഫെബ്രുവരി 28 ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. ഇനിയും അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ ഡിസ്കഷൻ ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ടുപോയി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനിയും വരുന്നതായിരിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടും. ടീച്ചിങ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ക്ലാസ്സുകളുണ്ട്. എല്ലാ കോഴ്സുകളും ഇവിടെ അവൈലബിൾ ആണെന്ന് ഓർക്കുക. ഇനിയിപ്പം നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ കോഴ്സ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. പ്രത്യേകിച്ച് സെറ്റ് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക് ഒരു പ്രത്യേക ആശംസകൾ നേരുന്നു. നല്ലതായിരിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ഈ പരീക്ഷ കിട്ടട്ടെ. ഇനി പുതുതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും കിട്ടാതെ പോയവരും തീർച്ചയായിട്ടും എൻട്രിയിലേക്ക് വരിക.
അടുത്ത ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഈ എലിജിബിലിറ്റി ടെസ്റ്റ് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്ദി, നമസ്കാരം.